You'll have to. Praise the Lord. 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 Praise God. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. Oh, glory to God. ഞാൻ 2 ദിവസം മാത്രമാണ് സഭയിൽ വന്നതും ശുശ്രൂഷിച്ചതും. I have come only 2 days to this church and ministered. ഒരു വർഷം ഇവിടെ വന്ന് ശുശ്രൂഷിച്ച പ്രതീതി എനിക്കുണ്ട്. I feel as though I have been here for almost a year. ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. We are planning to take a membership. ദൈവദാസനെ ഞാൻ വളരെ സ്നേഹിക്കുന്നു. I love the man of God. സഭയെ ഞാൻ വളരെ സ്നേഹിക്കുന്നു. I love the church. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സഭയിൽ വന്നത്. I love being in this church. Hallelujah. Hallelujah. ആമേൻ. നിങ്ങളത് അനുഗ്രഹിക്കട്ടെ. May God bless you. ഞാൻ പോയാലും എൻ്റെ ഹൃദയം ഇവിടെ തന്നെ കാണും. Even if I go, my heart will be here. ഞാൻ പോയാലും എൻ്റെ പ്രാർത്ഥന ഇവിടെ കിടക്കും. Amen. My prayer will be here. Even if I go. ആമേൻ. വളരെ എനിക്ക് സന്തോഷവും അനുഗ്രഹവും ആശ്വാസമായിരുന്നു. It is a comfort and a blessing for me also. ദൈവം അനുവദിച്ചാൽ നമുക്ക് ഒത്തിരി ശുശ്രൂഷ ചെയ്യാനുണ്ട്. Hallelujah. We have a lot of things to do together. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നിങ്ങളൊക്കെ നാട്ടിൽ വരുമ്പോൾ എൻ്റെ സഭയിലും വീട്ടിലേക്ക് ഒന്ന് വരണം. When you come to India, please come to my church. ഞാൻ നിങ്ങളെല്ലാവരും എൻ്റെ സഭയിലേക്കും വീട്ടിലേക്ക് ക്ഷണിക്കുക. I invite you to the church and to my home. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദൈവം അനുവദിച്ചാൽ ഇന്ന് വൈകിട്ടും ഞാൻ ഉണ്ടായിരിക്കും. Tonight also we have a meeting in the evening. നമുക്ക് ഇന്ന് രാത്രി ഒരു വലിയ വല ഇറക്കണം. Tonight let us cast a big net. നമുക്ക് ഇന്ന് രാത്രി വലിയ വീശണം. Let us do a big casting tonight. പത്രോസ് ഒറ്റ വീശിയപ്പോഴാ അവന്റെ മുഴുവൻ പരാജയം മാറിയത്. One casting of the net, all the failures of Peter was gone. നമുക്ക് ഇന്ന് പകലും ഇന്ന് രാത്രിയുമായി നല്ലൊരു വീശണം. This morning and this evening we are going to cast a good casting of net. വിശ്വസിക്കുന്നവരൊക്കെ ആമേൻ പറഞ്ഞാട്ടെ. If you believe, say an amen. Praise the Lord. Praise the Lord. ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം ഒരു അല്പം ഒന്ന് പറഞ്ഞിട്ട് ബാക്കി സമയം ഇന്ന് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുക. Amen. I would like to first of all share my testimony and then minister from the word. നിങ്ങളുടെയൊക്കെ സാക്ഷ്യവും നിങ്ങളുടെയൊക്കെ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ കേട്ടതിലൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. I'm very happy to listen to your prayers, the way you worship, everything. പ്രാരംഭത്തിൽ അല്പസമയം എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷിക്കാം. Yes, let me tell you my testimony. We will then minister together. എൻ്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയാം. പേര് സുരേഷ് CR എന്നാണ്. You all know my name, which is Suresh CR. ഞാൻ ഇന്ത്യയിൽ ഒരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. I was born and brought up in a Hindu family in India. എറണാകുളം ജില്ലയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. I was born in the district of Kochi, Ernakulam. എൻ്റെ വീട്ടിൽ ഞാൻ ഒരു മകനേ ഉള്ളൂ. I am the only son in my family. അച്ഛനും അമ്മയും 2 സഹോദരിമാരും എനിക്കുണ്ട്. Father, mother and 2 sisters. ആമേൻ. എൻ്റെ ചെറുപ്രായത്തിൽ ആമേൻ എൻ്റെ ദേശത്ത് ഒരൊറ്റ born again churches ഇല്ല. There are no churches, new covenant born again churches in my area. ഒരൊറ്റ വിശ്വാസികളും ഇല്ലാത്ത ഒരു നാട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. And not even one genuine Christian believer in the land. ഒത്തിരി യാക്കോബായ സമുദായക്കാരുടെ ദേശത്താണ്. But a place where a lot of people belonging to the Jacobite Syrian background are there. യാക്കോബക്കാരുടെ പ്രസിദ്ധമായ കടമറ്റത്ത് പള്ളിയും കത്തനാരൊക്കെ ഞങ്ങളുടെ വീടിനടുത്ത. The famous Kefa, Kadamattam Kefa is from my land. അതിനടുത്ത ഞാൻ ജനിച്ചു വളർന്നത്. I was born from there. അതുകൊണ്ട് എനിക്ക് ഞാൻ എൻ്റെ ചെറുപ്രായം മുതൽ ഒരു മതഭക്തനായിരുന്നു. From the time I was a little boy, I was madly in love with my religion. എല്ലാ ദൈവങ്ങളും ഞാൻ വിശ്വസിക്കുന്ന ആളായിരുന്നു. I believed in all the gods. Praise the Lord. Praise the Lord. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ മുസ്ലിംസ് ഇല്ലായിരുന്നു. In our land there were no Islamic people. ആ ദൈവത്തെ ഞാൻ വിശ്വസിച്ചിട്ടില്ല. So I have not known much about the Islamic God. ഏത് ദൈവത്തെ കണ്ടാലും വിളിക്കും പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. Any God I call, I used to call and pray. പക്ഷേ ഏക ദൈവം ആരാണെന്നോ എനിക്ക് അറിയത്തില്ലായിരുന്നു. But I did not know the single one God. എനിക്ക് ഏകദേശം 22 വയസ്സ് പ്രായമുള്ളപ്പോൾ, when I was about 22, 24 വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞു. I'm talking about 24 years ago. ഇപ്പോ ഞാൻ 68 മോഡലാ. Now I was born in 1968. I'm a 1968 model. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. 24 വർഷം മുമ്പ് ഹൈ റേഞ്ച് എന്ന ഭാഗത്ത് ഒരിക്കൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. Some time ago I had to go to the high range. അന്നൊരു ദൈവദാസൻ കണ്ട അല്പസമയം സംസാരിച്ചു. I was talking to a man of God and talking to him. അദ്ദേഹം എന്നോട് ആദ്യമായിട്ട് യേശു ആരാണെന്നും സുവിശേഷം എന്താണെന്നും വളരെ വ്യക്തമായി പറഞ്ഞു. He told me for the first time who Jesus is and what the real gospel truly is. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതല്ല. I did not go to pray. ഒരു വിഷയമായിട്ട് പോയ ആളല്ല. I did not go to pray for anything particular. ഞാൻ വേദപുസ്തകം വായിച്ചിട്ടില്ല. I've never read the Bible. അന്ന് വേദപുസ്തകം ഞാൻ കണ്ടിട്ട് കൈവച്ചിട്ട് തൊട്ടിട്ടില്ല. I have not touched the Bible. അന്ന് അദ്ദേഹം എന്നോട് യേശു ദൈവമാണെന്നും യേശു മനുഷ്യനായി ഭൂമിയിൽ വന്ന്
കുരിശിൽ മരിച്ചു നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്നും യേശുവിൽ വിശ്വസിച്ചാൽ നമുക്ക് ദൈവരാജ്യത്തിൽ പോകാം എന്ന നിർമ്മല സുവിശേഷം മാത്രം പറഞ്ഞു. This man very gently shared the real gospel that Jesus Christ is the only person who came down into the world, who died for my sins, and if I believe him, I can go to heaven with him. പാപപരിഹാരത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും മാത്രം പറഞ്ഞു. കൃപയാൽ അന്ന് യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. He told me about the atonement for sin and the ability to go to the kingdom of God. By the grace of God, that day the real gospel was spoken to me and I received it. ഞാൻ തിരിച്ചു പോന്നപ്പോൾ അദ്ദേഹം ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് പുസ്തകം തന്നുവിട്ടു. അതുകൊണ്ടാണ് വീട്ടിൽ വന്നത്. As I came back, he gave me a New Testament book. I came back home with that. അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങി. As I came home, I started to read this book. ആദ്യമായിട്ടൊരു പുതിയ നിയമം കിട്ടുന്നത്, First time I'm receiving a New Testament. ആദ്യമായിട്ടത് വായിക്കുന്നത്. I'm reading for the first time. വായിച്ചപ്പോൾ വളരെ സന്തോഷം. As I read, I was so happy. ഒരിക്കലും കിട്ടാത്ത സന്തോഷം ദൈവഭാഗത്ത് വന്നു. The Lord gave me a joy which I never got till that day. ധാന്യവും വീഞ്ഞും വർദ്ധിപ്പിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധിക സന്തോഷം ദൈവം തന്നു. The Lord gave me more joy and happiness than when I had more wine and more grain. അങ്ങനെ എന്റെ ആ കാലത്ത് ഞാനിങ്ങനെ രഹസ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് പോയി തുടങ്ങി. From that day, I began to go for Christian meetings secretly. Praise the Lord. ആരും അറിയാതെ പോയിക്കൊണ്ടിരുന്നത്. I went there without anybody knowing it. വീണ്ടും ജനിച്ച സന്തോഷം എന്റെ അകത്ത് വന്നു. The born again experience and the joy came into my life. ആ സന്തോഷം വന്നപ്പോൾ ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു. I told my mother like this. അമ്മച്ചി, ഞാൻ ഒരു ക്രിസ്ത്യാനിയായി, നമുക്ക് എല്ലാവർക്കും ക്രിസ്ത്യാനിയാകുമെന്ന് പറഞ്ഞു. I told my mom, I have become a Christian. Let us all become Christians. സന്തോഷം കൊണ്ട് പറഞ്ഞതാ. I was so full of joy, I told her. അമ്മക്ക് അതൊരു ഷോക്കായി പോയി. My mom was shocked. ഒരു മോനുള്ളത് ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. It is very difficult for her only son to become a Christian. അമ്മ അച്ഛനോട് പറഞ്ഞു. So he told my dad. രണ്ടുപേരും ചേർന്ന് വീട്ടുകാരെ മൊത്തം അറിയിച്ചു. They both let all our relatives know this thing. എല്ലാവരും കൂടി ഒന്ന് ആലോചിക്കുക. They are all coming and now thinking. എനിക്കൊന്നും പറയാൻ പറ്റുന്ന സാക്ഷിയൊന്നുമില്ല, രോഗസൗഖ്യം കിട്ടിയിട്ടില്ല, വേറെ ഒരു അത്ഭുതം ഒന്നും നടന്നിട്ടില്ല, കണ്ടിട്ടില്ല. I have no miracle to show these people that Jesus has done something for me. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, യേശു എന്റെ അകത്ത് ജനിച്ചു. But one thing I knew, Jesus was born in my heart. ഞാൻ വീണ്ടും ജനിച്ചു. I was born again. അവരൊക്കെ കൂടി ആലോചിച്ചപ്പോൾ, so when they all connived against me, ഒന്നും പിടികിട്ടില്ല. they did not understand anything. ഒടുവിൽ അവർ തീരുമാനിച്ചു. Finally they decided. 22ാമത്തെ വയസ്സിൽ എനിക്കൊന്ന് മാനസിക അസുഖം ഉണ്ടായിട്ടുണ്ട്. They decided at the age of 22 I had gone mad. അതുകൊണ്ടാണ് ഇപ്പോ വേദപുസ്തകം വായിക്കുന്നത്. That is why me being a Hindu is reading the Bible. ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുന്നത്. They are going for Christian meetings. അങ്ങനെ അവർ തീരുമാനം എടുത്തു. So they took a decision. എന്നെ ഒരു മാനസിക രോഗിയായിട്ട് മുദ്ര കുത്തി. They labeled me as a mentally disabled person. നേരെ ചികിത്സിക്കാൻ വേണ്ടി കോഴിക്കോട്ട് ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. They took me to a mental hospital in Calicut. അമ്മേ ഡോക്ടറുമായിട്ട് സംസാരിച്ചു. They talked to the doctor. ഡോക്ടർ എന്നെ വിളിച്ചു. Doctor called me. കാര്യമൊക്കെ ചോദിച്ചു. They prayed. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, no, they asked. എനിക്ക് യാതൊരു ടെൻഷൻ ഇല്ല. The doctor said I have no tension. എനിക്ക് യാതൊരു പേടിയില്ല. I have no fear. ഉറക്കത്തിന് കുഴപ്പമില്ല. I sleep well. ആരോഗ്യത്തിന് കുഴപ്പമില്ല. My health is good. ഭക്ഷണത്തിന് കുഴപ്പമില്ല. My food is good. അത്യാവശ്യം എല്ലാ സൗകര്യവും വീട്ടിലുണ്ട്. And I have everything that I need at home. കൃപയാൽ ഞാൻ വളരെ സന്തോഷമാണെന്ന് പറഞ്ഞു. And by the grace of God, I'm very happy. ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യ്. The doctor said, do one thing. ഇനി ഇങ്ങനെ വേദപുസ്തകം വായിക്കണമെന്നും, if you feel like reading the Bible, ക്രിസ്തീയ പ്രാർത്ഥനയ്ക്ക് പോകണമെന്നും, you feel like going to a Christian meeting, അങ്ങനെ തോന്നുവാണെങ്കിൽ, if you feel like it, ഒന്നോടെ വരണം, കുറച്ച് മരുന്നൊക്കെ തരാം. I'll come again and see me. We'll give you some more medicine. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. Everything will work out പക്ഷേ fine. കൃപയാൽ അങ്ങോട്ട് ദൈവം വിട്ടില്ല. By the grace of God, God did not let me go again there. ആ വീട്ടിലോട്ട് മടങ്ങി വന്നു. I came back home. ഞാൻ ആ കാലത്ത് എനിക്കൊരു സൈക്കിൾ ഉണ്ട്. In those days, I had a cycle. ആരും അറിയാതെ ദൂരെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഞാൻ പോകും. Without anybody knowing, I would like to go to all the meetings. ഞാൻ പോകുന്നൊക്കെ വീട്ടുകാർ അറിയുന്നുണ്ട്. And the people are knowing this. എന്നെ തിരിച്ചൊരു ഹിന്ദു ആക്കാൻ വേണ്ടി എന്റെ വീട്ടുകാരെല്ലാം BJP പോയി ചേർന്നു. So all my relatives became a member of a party in India called the BJP, so that they can push me back into Hinduism. അങ്ങനെ എല്ലാവരും ചേർന്ന് തിരിച്ചൊരു ഹിന്ദു ആക്കാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തി. So they tried everything they could to make me a Hindu. വേദപുസ്തകം വായിക്കാൻ സ്വാതന്ത്ര്യമില്ല. Now I cannot read the Bible. വേദപുസ്തകം വായിച്ചതുകൊണ്ട് പലവട്ടം അടി കിട്ടിയിട്ടുണ്ട്. Because I read the Bible, I was beaten many times. എന്റെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് അടി ഒത്തിരി കിട്ടിയിട്ടുണ്ട്. Because I prayed in my home, I was beaten. പ്രാർത്ഥനയ്ക്ക് പോയതുകൊണ്ട് അടി കിട്ടിയിട്ടുണ്ട്. Because I went for prayer, I was beaten. എല്ലാവരും പ്രതികൂലമായി
പ്രതികൂലമായപ്പോൾ ദൈവം അനുകൂലമായിരുന്നു. When everybody was against me, God was with me. ആമേൻ. ആ കാലത്ത് ശനിയാഴ്ച രാത്രിയാകുമ്പോഴേക്കും എന്റെ വീട്ടിൽ കുറെ ആൾക്കാർ വന്നുകൂടും. In those days, by Saturday evening, a lot of people will അവർ come to my വരുന്നതിന്റെ house. ഉദ്ദേശം ഞായറാഴ്ച എന്നെ സഭായോഗത്തിന് വിടരുത്. The purpose is that I should not go on a Sunday morning. ആ കാലത്ത് ഞാൻ ആരാധനയ്ക്ക് പോയത് In those days, I went to worship like this. ആരും എഴുന്നേക്ക് മുമ്പ് ഞാൻ എഴുന്നേക്കും. Before anybody would get up, I would get up. എന്റെ സൈക്കിളുമായിട്ട് ഞാൻ ഒരു ഒറ്റ പോക്ക് പോകും. And then I will just leave the house with my cycle. ദൂരെ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും വിശ്വാസിയെ കണ്ടുപിടിക്കും. I will go somewhere and find some believer. സൈക്കിളൊക്കെ അവിടെ വയ്ക്കും. I keep the cycle. അവിടെ കുളിച്ച് റെഡിയാവും. And I'll be ready in that house. ഒരു വെള്ളമുണ്ടൊക്കെ കടം മേടിക്കും. And I will borrow a white dhoti, Indian style. അങ്ങനെ സഭായോഗത്തിന് പോകും. And then I will go for the meeting. തിരിച്ചു വന്ന് വെള്ളമുണ്ടൊക്കെ കൊടുക്കും. And then I'll come back and give the water. വീട്ടിലേക്ക് വരും. And then I'll come back. പാട്ടും പാടി വരുന്നത്. I come back with happiness. പാട്ട് കെട്ടുന്ന അടിയായിരിക്കും. But when I come back, I will be beaten again. ഇരിപ്പ് പുറത്തായിരിക്കും. I'll be sitting outside the house. Praise the Lord. Praise the Lord. കൃപയാൽ അങ്ങനെയാ ദൈവത്തെ സേവിച്ചത്. That is how I started serving the Lord. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ദൈവാത്മ പറഞ്ഞു രക്ഷിക്കപ്പെട്ടവരൊക്കെ സ്നാനപ്പെടണം. One day the man of God said, if you are born again, you must be baptized. രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. He told me like this, it is not enough that you are born again, you must be baptized, otherwise you will not go to heaven. ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. I decided to be baptized. സ്നാനപ്പെടാൻ തീരുമാനിച്ചപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രണ്ട് വലിയ പ്രതികൂലം. Oh, when I got baptized, I had to face two problems which I never expected. ഒന്നാമത്തെ പ്രതികൂലം അമ്മയെന്ന് വന്നത്. Number one, it came from my mother. എന്റെ അമ്മ ഞാൻ സ്നാനപ്പെടാൻ പോകുന്ന കാര്യം അറിഞ്ഞു. My mother came to know that I was about to be baptized. ഡേറ്റ് വരെ തീരുമാനിച്ചിരിക്കുക. Even the date has been fixed. എന്റെ അമ്മ എന്നോട് ചോദിച്ചു, എടാ മോനെ നീ സ്നാനപ്പെടാൻ പോകുന്നു കേട്ടു, ശരിയെന്നു ചോദിച്ചു. My mother asked, my son, I heard you are going to be baptized. Is it true? ഞാൻ പറഞ്ഞു സ്നാനപ്പെടണം, ദൈവകൽപ്പനയാണ്. I said, Mommy, I have to be baptized. It is a commandment of the എന്റെ Lord. അമ്മ ഒരു കാര്യം പറഞ്ഞാൽ 100% ചെയ്യുന്നയാളാണ്. My mother, if she says something, she will do it. വളരെ സ്ട്രിക്റ്റാ. She's very strict about it. എന്റെ അമ്മ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, She looked at my face. നീ സ്നാനപ്പെട്ടിട്ട് ഈ വീട്ടിൽ വന്നാൽ If you come to this house after being baptized, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പിന്നെ ജീവിക്കത്തില്ല, അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും. we both will not live together. That day I will commit suicide, she said. ഞാൻ പേടിച്ച് വിറച്ചുപോയി. I was scared and frightened. ആമേൻ. ഞാൻ സ്നാനപ്പെടുന്നു, അമ്മ ആത്മഹത്യ ചെയ്യുന്നു. So this is the thought that came to me. When I baptize, my mother will commit suicide. അമ്മയുടെ മരണത്തിന് കാരണക്കാരൻ ഞാനാ. And I will be responsible for the death of my mother. വീട്ടുകാർ എന്നെയും കൊല്ലും. And the people will definitely kill me. രണ്ട് മരണം ഉറപ്പാ. 2 deaths, that definite. വളരെ പേടിച്ചുപോയി. I was scared. ശക്തമായി പ്രാർത്ഥിച്ചു. And I was scared. കർത്താവ് ഉറപ്പിച്ചു. And the Lord strengthened. ഹല്ലേലൂയ. Hallelujah. ഞാൻ തീരുമാനിച്ചു, I decided. ഞാൻ സ്നാനപ്പെടുന്നുവെങ്കിൽ എന്റെ കൽപ്പനയല്ല, ദൈവകൽപ്പനയാ. If I get baptized, it shall be because of the commandment of the Lord. ദൈവം പറഞ്ഞ ഒരു കൽപ്പന ഞാൻ അനുസരിക്കുമ്പോൾ, when I obey a commandment of the Lord, എന്റെ അമ്മ മരിച്ചാൽ എന്റെ അമ്മയെ ഉയർപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. if my mother dies, God can lift my mother up. എന്റെ കൽപ്പനയല്ല, ദൈവകൽപ്പനയാ. It is not my commandment, it is a commandment of the Lord. ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്താൽ നിന്നെ സൂക്ഷിക്കേണ്ട കടമ ദൈവത്തിനാ. If you do something for God, it is God's job to take care of you. ദൈവത്തിന്റെ ഒരു കാര്യം ചെയ്താൽ നിന്നെ നിർത്തേണ്ട കടമ ദൈവത്തിന്റെയാ. If you did something for God, it is God's responsibility to make you stand. ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. I decided to be baptized. ഒന്നാം പ്രതികൂലം മാറിപ്പോയി. The first problem went away. രണ്ടാം പ്രതികൂലം വേറൊന്നാ. The second problem was this. ഒരു രാത്രിയിൽ ഞാൻ എന്റെ വീട്ടിൽ കിടന്നുറങ്ങുക, സ്നാനപ്പെടാൻ വേണ്ടി ഇരിക്കുക. One night, I was about to be baptized. I was sleeping in the night. ഏകദേശം രാത്രി 1:30 മണിയായിട്ടുണ്ട്. It's about 1:30 in the night. എന്റെ ഒരു അമ്മാച്ചനുണ്ട്, അദ്ദേഹം ഒരു എഞ്ചിനീയറാ. I had an uncle who was okay. അദ്ദേഹം ഒരു സംഘം സുവിശേഷ വിരോധികളുമായി രാത്രി 1:30 എന്റെ വീട് വന്ന് വളഞ്ഞു. They came and my uncle surrounded my house in the night with a group of people who are opposed to the gospel. എന്റെ വീടിന്റെ ചുറ്റും റബ്ബർ തോട്ടമാ. My house is circled by rubber trees. ഒരു കൂട്ടം സുവിശേഷ വിരോധികളെ എന്റെ വീടിന് മുമ്പിൽ ഒളിപ്പിച്ചിരുത്തി. A group of people who are opposed to the gospel were in my house. They were hiding in my house. ഒരു വലിയ വാനുമായിട്ട് അവർ വന്നേക്കണേ. They came with a big van. അത് ഞാൻ അറിയുന്നില്ല. I don't know these things. ഞാൻ റൂമിൽ കിടന്നുറങ്ങുക. I was sleeping. എന്റെ അങ്കിൾ വന്ന് എന്റെ റൂമിൽ ഒന്ന് മുട്ടി. My uncle came and knocked at my door. ഞാൻ പുറത്തു വന്നു. I came out. അദ്ദേഹം പറഞ്ഞു, നീ ഇപ്പൊ തന്നെ ഒരുങ്ങണം, എന്റെ കൂടെ പോനെന്ന് പറഞ്ഞു. He said, right now you come, get ready. ഞാൻ ചോദിച്ചു, അമ്മച്ചൻ രാത്രി 1:30 എവിടെ പോനെന്ന് So I said, my dear uncle, this night time, where am I going? അമ്മച്ചൻ പറഞ്ഞു, അമ്മച്ചന്റെ അമ്മ എന്റെ ഗ്രാൻഡ് മദർ ഒരു അറ്റാക്ക് ഉണ്ടായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു. He said, your grandmother has had an attack. You must go to the hospital. ഇപ്പൊ തന്നെ പോണെന്ന് പറഞ്ഞു. Go right now. ഞാൻ ചിന്തിച്ചു, അമ്മാച്ചന്റെ അമ്മ അഡ്മിറ്റ് ആണെങ്കിൽ അമ്മാച്ചൻ അവിടെ പോയി നിൽക്കേണ്ട ആളാ.
if my uncle's mother which is my grandmother, has had an attack, he should the first person who should be there. ഇവിടെ ഒരിക്കലും വന്ന് എന്നെ വിളിക്കാൻ പാടില്ല. He should not come here and call me. ഒരു കെണിയാന്ന് എനിക്ക് മനസ്സിലായി. I understood it was a trap. ഞാൻ പറഞ്ഞു, അമ്മച്ച രാത്രി ഞാൻ വരത്തില്ല, വെളുപ്പിന് ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. I said, my uncle, I won't come in the night, I'll come in the morning. ഞാൻ റൂമിൽ കയറി കതക് അടച്ചു, ഉറങ്ങാൻ കിടന്നു. I got into the room, closed the door and started to sleep. എനിക്ക് ഉറക്കം വരുന്നില്ല. I could not sleep. ഇന്ന് രാത്രി എന്തോ ഒരു ഭീതി എന്റെ മേൽ എനിക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. That night I knew there was a fear upon me that night. ആ സമയത്ത് എന്റെ വീട്ടിൽ ആരും എനിക്ക് സപ്പോർട്ടില്ല. At that time nobody was there to support me. എല്ലാവരും പ്രതികൂലമാണ്. Everybody is against me. എനിക്ക് വളരെ പേടിയായി. I was scared. എന്തായാലും ഞാൻ മുറ്റത്തൊക്കെ പോയി അല്പസമയം നിന്നിട്ട് വീണ്ടും ഒന്ന് കിടക്കാൻ നോക്കി ഓർത്ത് ഞാൻ മുറ്റത്തിറങ്ങിയിരുന്നു. Oh, then I had to go outside so that I can be relaxed and come inside. ഞാൻ അവിടെ മുറ്റത്തിറങ്ങി അല്പസമയം നിന്നപ്പോഴേ As I was outside, ഞാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നോക്കി ആൾക്കാർ രാത്രി ഓടി വരുക. I see people suddenly coming out of nowhere. ഞാൻ പേടിച്ചു പോയി. I was scared. ഞാനങ്ങ് വലിയ വാലും കരയാൻ തുടങ്ങി. I began to shout out and cry. ഓടി വന്നവൻ എന്റെ വാ പൊത്തി. Somebody came and suddenly kept my mouth closed. അടുത്ത വന്നവൻ എന്റെ കയ്യെ കയറി പിടിച്ചു. The other person held my hand. എല്ലാവരും ചേർന്ന് എന്നെ അങ്ങ് ബന്ധിച്ചു. They all held me close. സമയാർത്ഥ രാത്രിയാ. It's midnight. തൊട്ടപ്പുറത്ത് വലിയ വണ്ടി ഉണ്ടായിരുന്നു. On the other side there was a big vehicle. ആ വണ്ടിക്കകത്ത് കയറ്റിയിട്ടു. They put me in that vehicle. അന്ന് രാത്രി എന്നെ നാട് കടത്തുക. That night they are taking me away from my land. നേരെ കൊണ്ടുപോയത് They took me straight. കേരളത്തിൽ കൊല്ലം ജില്ലയില് They took me to a place in Koilon. അമൃതാനന്ദമായി എന്ന് പറയുന്ന അന്യദൈവമുണ്ട്. There is another goddess in the name of അവരുടെ Amritanandamai. ഏറ്റവും വലിയ ആശ്രമം അവിടെയാ. ഹെഡ് ഓഫീസ് Her അവിടെ. ashram is there. ഓച്ചിറയ്ക്ക് പടിഞ്ഞാറ് വശം വള്ളിക്കാവ് എന്ന് പറയും. It is on the west side of Ochara called Valikav. ഒരു വലിയ ദ്വീപാത്. It is a big island ഒരു actually. വലിയ ആശ്രമാത്. It's a big ashram. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ സേവിക്കുന്ന ഒരു അന്യദൈവമാണ്. Oh, she is a goddess who maximum people in Kerala, which is a state in India, worship. ഒരു സ്ത്രീയാണ്, ഒരു അന്യദൈവമായിട്ട് അവിടെ വാഴുന്നയാളാ. She is a woman and she has nothing to do with Jesus Christ. She is a goddess in her own way. അവരുടെ ആശ്രമത്തിന്റെ ഒരു മൂന്നാം നിലയിൽ ഒരു മുറിക്കകത്ത് തന്നെ കൊണ്ട് അടച്ചുപൂട്ടി. So they took me and put me in the third floor of her ashram. ഒന്ന്, ഞാൻ സ്നാനപ്പെടരുത്. Number one, I should not be baptized. രണ്ട്, എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ ഹിന്ദുവായി അവരെ സേവിക്കണം. Two, I should serve her as a Hindu. അതിനുവേണ്ടി കൊണ്ടിട്ടേക്കുക. That is why they took me there. RS കാവലുണ്ട്. And these people were there. ആമേൻ. എനിക്ക് സ്വാതന്ത്ര്യമില്ല. I have no freedom. എന്റെ കൂട്ടുകാർക്കോ നാട്ടുകാർക്കോ സഭാക്കാർക്കോ ആർക്കും അറിയത്തില്ല എനിക്ക് എന്തോ സംഭവിച്ചു എന്ന്. Nobody in my immediate circle of friends knew what happened to me. അന്ന് നാട്ടിൽ ടെലിഫോൺ ഒന്നും ഉള്ള കാലമല്ല. In those days, we did not have this kind of telephone in my land. തന്നെ അടച്ചുപൂട്ടിയേക്ക. I was closed in a room. എനിക്ക് ആരുമായിട്ട് പുറലോകമായിട്ട് ഒരു ബന്ധമില്ല. I have no connection with the outside world. പ്രാർത്ഥിക്കാൻ അനുവാദമില്ല, സ്വാതന്ത്ര്യമില്ല. I cannot pray or do anything. അന്നത്തെ എന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, In those days, my prayer was, ബാത്റൂമിൽ കയറും, കതക് അടയ്ക്കും. I will get into the bathroom, close the door. ബാത്റൂമിൽ മുട്ടുകുത്ത് ഒരൊറ്റ മണിക്കൂർ കരയും. I will keep crying in the bathroom for 1 hour. എന്റെ പ്രാർത്ഥന ഏതാ? That was my prayer. ഹല്ലേലൂയ. Hallelujah. ആമേൻ. ദൈവകൃപയാൽ അവിടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ ദൈവം 2 അവസരം എനിക്ക് തന്നു. God gave me to witness the gospel twice in that place. ഈ അമൃതാനന്ദമയി എന്ന് പറയുന്ന സ്ത്രീയെ കാണുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. It is not easy to see this lady called Amritanandamai. ആയിരക്കണക്കിന് ആൾക്കാർ ക്യൂ നോക്കിയാ കാണാൻ വേണ്ടി. Thousands of people are waiting to see her. ചില പ്രത്യേക ദിവസങ്ങൾ അവർ വലിയ സിംഹാസനമൊക്കെ ഇട്ട് വന്നിരിക്കും. In a particular day, she gets onto a throne, comes and sits to see everybody. നൂറുകണക്കിന് ആൾക്കാർ അവരെ സേവിച്ചുകൊണ്ടിരിക്കുക. Hundreds of people come and serve. വലിയ പരിപാടി നടക്കുക. Big things are happening ഒരു there. കിരീടമൊക്കെ തലേ വെച്ച് She has a crown on her head. വലിയ പ്രൗഢ ഗംഭീരമായിരിക്കും. She sits in majesty like ആ that. സമയത്ത് കാണേണ്ടവർ നേരത്തെ ടോക്കൺ എടുക്കണം. At that time, if you want to see her, you should take a token. ക്യൂ നിൽക്കണം, നടന്നു പോകണം. And you have to take a queue and walk. അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ മുട്ടുകുത്തി നടക്കണം. As we come closer to her, we must kneel down and go. ആമേ. കൃപയാൽ അങ്ങനെ എന്നെയും കൊണ്ടുപോയി. In the same way, I was also taken there. ഞാൻ അവരെ മുമ്പിൽ ചെന്നു. I went in front of her. അവരാരെ കണ്ടാലും ആദ്യം ചെന്ന് കെട്ടിപ്പിടിച്ച് 2 കൊളുത്ത് മാറി മാറി ഉമ്മ വയ്ക്കും. Whoever she says, she goes and hugs them and
കൃപ എന്നെയും കൊണ്ടുപോയി അവിടെ. So I was also taken there. എന്നെ ഞാൻ കെട്ടിപ്പിടിച്ചു. I was also ഈ സ്ത്രീ hugged. ആരെ കെട്ടിപ്പിടിച്ചാൽ അവർ വീഴുന്ന പറയണേ. Whoever she hugs, they fall, they say. പിന്നെ അവർ അനുയായി പോകുന്നു പറഞ്ഞു. Automatically you become their disciple. കൃപയിൽ എന്നെ കെട്ടിപ്പിടിച്ചു. So she hugged me also. ആമ എന്നോട് കാര്യമൊക്കെ സംസാരിച്ചു. She told me a lot of things. ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് യാതൊരു വിശ്വാസമില്ല എന്ന് പറഞ്ഞു. I told her straight, I don't believe. അവരെ കാണുന്നവർ 50 അടി അകലെയാണെങ്കിൽ അവിടെ അങ്ങ് വീണ് ആരാധിക്കുക. People who see her, even if they are 50 feet away, they fall down and worship. അവരൊന്ന് തൊടാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുക. ആയിരിക്കണം People are waiting to touch her. ഞാൻ പറഞ്ഞു എനിക്ക് യാതൊരു വിശ്വാസമില്ല എന്ന്. I told her I have no faith. ആ വാക്ക് പറഞ്ഞുകൊണ്ട് എന്നെ കുറിച്ച് അറിയാൻ ഒരു താല്പര്യം കാണിച്ചു. Because I said that, she wanted to know about me. ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ 1 മിനിറ്റോ 2 മിനിറ്റ് സമയം കൊടുക്കും. A person may be given a maximum of 1 minute or 2 minutes. കൃപയിൽ എനിക്കൊരു 10-12 മിനിറ്റ് കിട്ടി. I got 10 to 12 minutes. അവരുടെ ചെവി അടുത്ത് പോയിരിക്കുക. I'm sitting right now with her. കൃപയാൽ അന്ന് രാത്രി എനിക്ക് അറിയാകും പോലെ സുവിശേഷം പറയുന്ന ദൈവാവസരം തന്നു. That night I spoke the gospel in the way I could. അമൃതാനന്ദമയോട് സുവിശേഷം പറഞ്ഞ പാസ്റ്റർമാർ വേറെ സാധ്യത കുറവാണ്. It is very difficult for other pastors to spare the gospel to Amritanandamai. ദൈവം 2 പ്രാവശ്യം എനിക്ക് അവസരം തന്നു. The Lord gave me 2 chances. Praise the Lord. Praise the Lord. സമയം എനിക്ക് കിട്ടി. I got the time. അപ്പൊ എന്നെ കൊണ്ടുപോയ BJP-കാരൊക്കെ ഓർത്തപ്പം വീണിട്ടുണ്ട്. So all the people who took me there thought this guy is now become a Hindu. പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും എന്നെ വന്നങ്ങ് വളഞ്ഞു. So when I came out, everybody came and hugged me. എന്റെ അമ്മാച്ചനും കൂടെ ഉണ്ട്. My uncle is also there. അമ്മാച്ചൻ ചോദിച്ചു ഇനിയിപ്പോ എങ്ങനെ നമ്മുടെ ഹിന്ദു വിശ്വാസപ്രകാരം ജീവിച്ചാ പോരെ എന്ന് ചോദിച്ചു. My uncle said, now why don't we live according to our Hindu belief? ഞാൻ ഇങ്ങനെ പറഞ്ഞു. I said like this. ഞാൻ കലപ്പയ്ക്ക് കൈവച്ചു. I have put my hand on the yoke. ഇനി ഞാൻ പുറകോട്ടല്ല. I will not go back. എന്റെ ദൈവത്തെ ഞാൻ സേവിക്കും. I will serve my God. Praise the Lord. Praise the Lord. അടുത്ത ചോദ്യം ഇങ്ങോട്ട് വന്നു. The next question നിന്റെ came. ദൈവം പറയുന്ന കാര്യമൊക്കെ ഒന്ന് ചെയ്യൂ. Will you do everything which your God says? ഞാൻ അങ്ങനെ സമർപ്പിച്ചിരിക്കുക. Because at that time I had made a commitment like that. അത് പറയല ഒരു ഒറ്റയടി ചെകിടത്തേക്ക് കിട്ടി. He said that and gave me one slap on my face. ഈ ചെകിട് കാണിച്ചു കൊടുത്തു. I showed him this. രണ്ടാമത്തെ അടി അങ്ങോട്ട് വന്നു. The second slap came there. എനിക്ക് അടി ഒത്തിരി കിട്ടിയിട്ടുണ്ട്. I was slapped a lot. പക്ഷെ പരസ്യമായിട്ട് ചെകിടത്തേക്ക് കിട്ടി അടി ആദ്യമായിട്ട്. This is the first time I was slapped in public in front of everybody. രണ്ടടി മാറി മാറി കിട്ടി. On both cheeks I was beaten. ഞാൻ സ്തംഭിച്ചു പോയി. I was stuck. എന്റെ കേൾവി മുഴുവനും പോയി. I could not hear properly. എനിക്കൊന്നും പിന്നെ കേൾക്കാൻ വയ്യ. I could not hear anything. ഒന്നും ഒരു കേൾവിയില്ലാതെ 1.5 മാസം ഞാൻ കഴിഞ്ഞുകൂടി. I lived as a deaf person for about 1.5 months. കൃപയിൽ 1.5 മാസം കഴിഞ്ഞപ്പോൾ കേൾവി തിരിച്ചു കിട്ടി. By the grace of God, after 1.5 months, I was able to hear. കേൾവി കിട്ടിയെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. Even when I got my hearing, my freedom did not come. ഞാൻ ആശ്രമത്തിൽ ഒരു നോട്ടപ്പുള്ളിയാ. I was somebody who was always being watched by the ashram. എല്ലാവർക്കും എന്നെ അറിയാം. Everybody knows me. ഒറ്റയ്ക്ക് കണ്ട റിപ്പോർട്ട് ചെയ്യണം. If I am found alone, I must be reported to the ashram. എനിക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. I cannot go out. ഞാൻ അങ്ങനെ കഴിയാം. I was living like that. എന്നും പ്രാർത്ഥിക്കും ദൈവമേ നീ എന്നെ വിടുവിക്കണം. Every day I pray, Lord, release me, release me, release me. ആമ ആശ്രമം ഒരു വലിയ ദ്വീപാ. The ashram, as I told you, is a big island. അവിടെ എല്ലാ ദിവസവും വെളുപ്പിന് 4 മണിക്ക് എഴുന്നേൽക്കണം. Every day you have to get up at 4 o'clock. പൂജ തുടങ്ങും. പൂജ. Then they start their puja. മന്ത്രവാദം ചെയ്യുന്നു. They do their witchcraft. പഠിപ്പിക്കുന്നു. They teach. അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. And we have to practice that. എല്ലാ ദിവസവും 4 മണി വരെ ഞാനും പോകും. Every day morning 4 o'clock I also had to go. പോയില്ലെങ്കിൽ അടി കിട്ടും. If you don't go, you'll be slapped. അടി കിട്ടാതിരിക്കാൻ വേണ്ടി പോണ ഞാൻ. I go there so that I may not be beaten. പതിവായിട്ട് പോയിക്കൊണ്ടിരിക്കുക. I go regularly. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വെളുപ്പിന് 4 മണിക്ക് എന്നെ വിളിച്ചു. One day morning 4 o'clock I was called. കൂടെ എല്ലാവരോട് ഞാൻ പറഞ്ഞു ഞാൻ ബാത്റൂമിൽ പോയിട്ട് പ്രയർ ഹാളിലേക്ക് വന്നേക്കാം. I told everybody I will go to the bathroom and come. ഈ പ്രയർ ഹാൾ വലിയൊരു ഹോളാ. This prayer hall is a big hall. ഞാൻ ബാത്റൂമിൽ കയറി. When I went to the bathroom, അല്പം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ after some time when I came, റൂമിൽ വേറെ ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. there was nobody in the room but me alone. അപ്പോൾ ദൈവാത്മാ പറഞ്ഞു, And the Holy Spirit told me, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. now is the accepted time, a good time. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. Now is the day of deliverance. ഇനി ഇവിടെ കടന്നാൽ ജീവിതകാലം മുഴുവൻ കിടക്കേണ്ടി വരും. If you are here, you will be here all the days of your life. Praise the Lord. Praise the Lord. പക്ഷെ നേരെ വഴിക്ക് പോയാൽ എന്നെ കാണും, അകത്താക്കും. Now, if I have to escape in the right way, I'll be caught. ആരും കാണാതെ ഞാൻ ടെറസിന്റെ മുകളിൽ കയറി, 4 നിലയിൽ കയറി. Without anybody seeing, I went to the 4th floor. അവിടെ ജോലിക്കാർക്ക് ഇറങ്ങാനും കയറാനും വേണ്ടി ഒരു കോൺക്രീറ്റിന്റെ റൗണ്ടിൽ ഒരു വലിയ കോവണി ഉണ്ടായിരുന്നു. Oh, there was a ladder made out of concrete for the workers. ആരും അറിയാതെ ഞാൻ താഴെ ഇറങ്ങി. Without anybody knowing, I came down. എന്റെ ചെറുപ്പകാലം മുതൽ നല്ലതുപോലെ ഞാൻ നീന്തൽ പഠിച്ചിട്ടുണ്ട്. From the time I was a little child, I knew how to swim. നേരെ വഴിക്ക് പോയാൽ പിടിച്ചകത്താക്കും. If you go in the right way, they will catch you. ആശ്രമത്തിന്റെ മതിൽ ഞാൻ ചാടി. You go through the ashram. അതൊരു കടൽ തീരമാ.
It was a shore of an ocean. ഞാൻ അത് നേരെ അങ്ങ് നടക്കുക, I'm just walking. ആരും കണ്ടില്ല. Nobody saw. നടന്ന് ഞാനൊരു ഭാഗത്ത് ചെന്നു. I walked and came to a place. നേരം വെളുത്തു. It was morning. അടുത്തൊരു പട്ടണം കായംകുളം എനിക്കറിയാം. The next town is a town called Kayam. പക്ഷെ വഴി എനിക്ക് അറിയത്തില്ല. But I don't know the way. എന്റെ കയ്യിൽ പൈസ ഇല്ല. I don't have money. ഞാൻ പേടിച്ചിരിക്കുക. I'm scared. നേരം വെളുത്തപ്പോൾ ഒരു മനുഷ്യനെ കണ്ടു. In the morning I saw a man. ഞാൻ പറഞ്ഞു എനിക്ക് കായംകുളത്തേക്ക് ഒന്ന് പോകണം, വഴി പറഞ്ഞു തരാൻ പറഞ്ഞു. Can you show me the way? I want to go to the next town. അദ്ദേഹം പറഞ്ഞു മോനെ ഇത് മൊത്തം കടലാന്ന് പറഞ്ഞു. He said the whole place is the ocean. എന്നോട് വരാൻ പറഞ്ഞു. But he said come. അദ്ദേഹം എന്നെ കൊണ്ടുപോയി ഒരു കായലിന്റെ തീരത്ത് ഒരു കടത്തെ കയറ്റി വിട്ടു. He took me to a lake and put me in a boat. ആമേ കടത്തുകാരൻ എന്നെ കായൽ കടത്തി ഒരു തെങ്ങിൻ തോട്ടത്തിൽ കൊണ്ടിറക്കി വിട്ടു. The boatman made me to cross the lake, put me in a coconut tree plantation. ഞാൻ വെളുപ്പാങ്കാലത്ത് നടന്ന് I walked in the morning. ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്നു. I went to a bus stop. ഏത് സ്ഥലം എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. I still don't know which place. ഞാൻ അവിടെ പേടിച്ച് വിറച്ചിരിക്കുക. I was standing there so ഞാൻ scared. നിൽക്കുമ്പോൾ ഒരു പ്രൈവറ്റ് വണ്ടി വരുവാ. As I was standing there, a bus came that way. ബോർഡ് മാവേലിക്കര. It is written Mavelikara ഞാൻ there. കൈ കാണിച്ചു വണ്ടി നിർത്തി. I stopped the thing. വണ്ടിയിൽ കയറി. I got into it. കണ്ടക്ടറോട് പറഞ്ഞു എന്റെ പൈസ ഒന്നുമില്ല, എന്നെ മാവേലിക്കര ഇറക്കണം എന്ന് പറഞ്ഞു. I told the conductor I have no money. Please take me to the next town, Mavelikara. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, ഒന്നും പറഞ്ഞില്ല, എന്നെ മാവേലിക്കര ഇറക്കി വിട്ടു. He's a good man. He took me to Mavelikara. ഞാൻ ആദ്യമായി മാവേലിക്കര നിൽക്കുക. The first time I'm in Mavelikara. എന്തു ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. I don't know what to do. പേടിച്ച് ഞാൻ വിറച്ച് നിൽക്കുക. I'm so scared. ആമേ ഭക്ഷണം കഴിച്ചിട്ടില്ല. I've not eaten food. മാവേലിക്കരയിലുള്ള പൈപ്പിന്റെ കീഴെ പോയി വെള്ളം പിടിച്ച് നിന്നു ഒരു ദിവസം. I remember drinking water from the public ആമേൻ. tap in Mavelikara. ഞാനൊരു വിശ്വാസിയെ കണ്ടുപിടിച്ചു. I found out a believer. എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചു. I said something. വണ്ടിക്കൂലി മേടിച്ചു. I took the money. ഞാൻ നേരെ ഹൈ റേഞ്ചിൽ ചെന്നു. I went to High Range. ആമേ എന്നോട് സുവിശേഷം പറഞ്ഞ ദൈവദാസന്റെ വീട്ടിൽ പോയി. I went to the house of a man of God who was preaching the gospel. പിന്നെ ചില മാസങ്ങൾ ആരും അറിയാതെ വീട്ടുകാരോ BJP-ക്കാരോ ആരും അറിയാതെ ഞാൻ ഒളിച്ച് താമസിക്കുക. For a long time I was living there in the house of that man of God. Praise the Lord. Praise the Lord. അങ്ങനെ പല ഭാഗത്ത് ഞാൻ താമസിച്ചു. So I lived in many places. കൃപയാൽ കോട്ടയത്ത് ഐമനം എന്ന സ്ഥലത്ത് ഞാൻ താമസിച്ചു. I finally came to a place called Aimanam in Kottayam. കൃപയാൽ അവിടെ വെച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മന്റെ നാമത്തിൽ ഞാൻ സ്നാനപ്പെട്ടു. By the grace of God I was baptized there in the name of the Father, Son and the Holy Spirit. സ്നാനപ്പെടാൻ സമർപ്പിച്ചപ്പോൾ ഇതൊക്കെ സംഭവിച്ചത്. You see, all these things happened Hallelujah. when I committed to baptize. ഇത് വേണ്ടാത്ത ഒരു കാര്യമാണ്, എനിക്ക് അങ്ങനെ വെക്കാമായിരുന്നു. If this was something that was not needed in the life of a Christian, I could have just pushed it off. Praise the Lord. Praise the Lord. ദൈവകൽപ്പനയ സ്നാനം. Baptism is really a commandment of the Lord which must be obeyed. രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെട്ടേ പറ്റൂ. If you are born again, you must be ഇത് baptized. ദൈവകൽപ്പനയാണ്. It is a commandment of the തടസ്സം Lord. നോക്കിയാൽ കാര്യം നടക്കത്തില്ല. If you look at the problems, it won't take place. പ്രതികൂലം നോക്കിയാൽ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തില്ല. If you look at the difficulty, you may not be able to go to heaven. മനുഷ്യരെ നോക്കിയാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. If you look at people, you cannot please God. ഹല്ലേലൂയ. Hallelujah. കൃപയാൽ സ്നാനപ്പെട്ടു. By the grace of God, I was baptized. പിന്നെ മാസങ്ങൾ ഒളിവിൽ താമസിക്കുക. Again, I had to live in this secrecy for many months. ഒടുവിൽ തീരുമാനിച്ചു കർത്താവ് എത്ര കാലം ഇങ്ങനെ ഒളിച്ച് താമസിക്കും. I said, Lord, how long am I going to live like this? വന്നോടത്ത് വെച്ച് കാണാം. Okay, we will see where we will see ആമേൻ. it. ധൈര്യപ്പെട്ട് അപ്പൊ 92 It was 1992. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 92 എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെന്നു. In 1992, I went home. വീട്ടുകാരെ ഓർത്ത് ക്രിസ്ത്യാനിറ്റിയൊക്കെ ഉപേക്ഷിച്ച വന്നെന്ന് ഓർത്തിരുന്നത്. The people thought that I had rejected Christ. 2-3 ദിവസം വീട്ടിൽ താമസിച്ചു. I stayed in home 2-3 days. പിന്നെ സൺഡേ വന്നു. And I came on Sunday. ഞാൻ നേരെ സഭയോഗത്തിന് പോയി. I went for the church meeting. സഭയോഗം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അച്ഛൻ വാതിക്കിരിക്കുക. When I came back, my dad was sitting in the front room. അച്ഛൻ പറഞ്ഞു നീ ഒരു മോനെ ഇവിടെ ഉള്ളൂ. My dad said, you are the only son. നിന്റെ എല്ലാ കാര്യം ഞങ്ങൾ നോക്കും. We will take care of all your things. ആമേൻ. ആമേൻ. നിന്റെ വേദപുസ്തകം ദൈവത്തെ മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. If you remove your God and your Bible, ഇവിടെ 2 പരിപാടി പറ്റത്തില്ല എന്ന് പറഞ്ഞു. you cannot have 2 things here. ഞാൻ പറഞ്ഞു എന്റെ ദൈവത്തെ മറന്ന് എനിക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതമില്ല. I said, I do not have a life in this world forgetting my God. ദൈവത്തിന്റെ വചനം മാറ്റി വെച്ച ഒരു പരിപാടി എനിക്കില്ല. I have no program discarding the word of God. അങ്ങനെയാണെങ്കിൽ ഇന്ന് നീ ഇറങ്ങിപ്പോണം. Well, my father said, if that is your decision, get out. ഇനി ഒരിക്കലും ഈ വീട്ടിൽ കയറാൻ പാടില്ല. Never get into this house again. അങ്ങനെ 92 എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. So in 1992, I was അന്ന് out of എനിക്ക് my വീട് home. നഷ്ടപ്പെട്ടു. I lost my house. എല്ലാവരും നഷ്ടപ്പെട്ടു. Everything was lost. കൃപയാൽ ദൈവം മാത്രം നഷ്ടപ്പെട്ടില്ല. God was not lost. ആമേൻ. ഹല്ലേലൂയ. അന്നും ദൈവം എന്റെ കൂടെയുണ്ട്, ഇന്നും ദൈവം എന്റെ കൂടെയുണ്ട്. Then God was with me. Even now God is with me. ഹല്ലേലൂയ. Hallelujah. കർത്താവ് എന്നെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചു. God called me into the gospel. ഞാൻ 3 വർഷം കർത്താവിന്റെ വചനം പഠിച്ചു. I studied the word of God in a Bible college. 95 മുതൽ കഴിഞ്ഞ 19 വർഷം പൂർണ്ണമായി സുവിശേഷ വേലയിലായിരിക്കാൻ ദൈവം സഹായിച്ചു. From 1995 to the last 10 years,
I have been in ലാസ്റ്റ് 19 years. 19 years. I have been in full-time ministry. ആമേൻ. ബൈബിൾ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തതിനു ശേഷം From the Bible college graduation, ഞാൻ കൂത്താട്ടുകുളം എന്ന സ്ഥലത്തിനടുത്ത് ഒരു പുതിയ പ്രവർത്തനം ആരംഭിച്ചു. I started a new mission work in a place called Koothatukulam in India. 17 വർഷം മുമ്പ് ആ വേല ആരംഭിച്ചത്. That happened approximately 17 years ago. ആ കാലത്ത് അന്നൊരു സഭ അവിടെ ഉണ്ടാകുന്ന ദൈവം സഹായിച്ചു. In those days, the Lord allowed me to plant a Christian church there. ആ സമയത്തിന് ഒരു കല്യാണത്തിന്റെ ആലോചന വന്നു. At that time, the proposal came for me. മൂലമറ്റത്തായിരുന്നു പെങ്കുച്ചിന്റെ വീട്. The bride's house is in a place called Moolamata. വിവാഹത്തിന്റെ ഉറപ്പ് നടന്നു. And the fixation of the marriage took place. അന്ന് വിവാഹം നടത്തുവാൻ ഞാൻ തിരഞ്ഞെടുത്ത പട്ടണമാ ഇന്ന് ഞാനിരിക്കുന്ന മൂവാറ്റുപുഴ പട്ടണം. The place which I chose to have a wedding is a place called Muvatupuzha, where I have a work now. അവിടെ ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. I booked an auditorium. എന്റെ കൂട്ടുകാരും വീട്ടുകാരും സഭാമക്കളെല്ലാം കല്യാണത്തിന് വിളിച്ചു. I called my friends, my relatives, and all the people in the church. 97 മാർച്ച് മാസം 15-ാം തീയതി ശനിയാഴ്ച കല്യാണം നടക്കണം. The marriage is fixed to be 97 March 15th. എല്ലാ ക്രമീകരണവും പൂർത്തിയാക്കി. All the preparations was ready. ഞാൻ ആ ദിവസങ്ങൾ വളരെ തിരക്കായിരുന്നു. Those days I was very busy. തലേ ദിവസം രാത്രി ഞാൻ മൂവാറ്റുപുഴ. The previous evening I was at Muvatupuzha. അത് നല്ലൊരു പട്ടണമാണ്. Good city. പിറ്റേ ദിവസം കല്യാണം നടക്കണം. Next day the marriage should take place. വിവാഹത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ആ തലേന്ന് രാത്രി മൂവാറ്റുപുഴ. So next evening I was in Muvatupuzha. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ബിജെപിക്കാരും എന്റെ ആൾക്കാരും അവിടെ വന്നു. But when I was there for the wedding, I again saw my family with some Hindu activists. അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി നമുക്ക് നേരെ വന്നേക്കണേ. When I saw their attitude, I knew again they were against me. കുറച്ച് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. They have brought some vehicles also. ഞാൻ നോക്കുമ്പോൾ വേറൊരു മാർഗം കാണുന്നില്ല. I don't see any way out of this. തൊട്ടടുത്തൊരു വീടുണ്ട്, ഒരു ഡോക്ടറെ വീടാ. There's a doctor's house nearby. എനിക്ക് വളരെ പരിചയമുള്ള വീടാ. I knew that house. ഞാൻ ഇവരെ പേടിച്ച് ഓടിച്ചെന്ന് ഗേറ്റ് തുറന്ന് ഡോർ തുറന്ന് ആ വീടിന്റെ ഒരു മുറിക്കകത്ത് ഒരു മൂല പോയി പതിഞ്ഞിരിക്കുന്നു. I was so scared. I walked into a room and I was just sitting there. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പുറകെ വന്ന ബിജെപിക്കാരന്റെ വീട്ടുകാരെല്ലാം കൂടി പടപടന്ന് പട്ടളക്കാർ വരുമ്പോൾ അങ്ങോട്ട് കയറി വന്നു. Suddenly all these Hindu activists came into that house like അവർ soldiers. വീട് മൊത്തം പരിശോധിച്ചപ്പോൾ They looked all over the house. ഞാൻ ഒരു മൂലയിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുക. They saw me crouching in a room. എന്നെ വലിച്ചോണ്ട് അങ്ങ് പോയി. They pulled me. 5 ജീപ്പുമായിട്ട് അവർ വന്നായിരുന്നേ. They had come with 5 jeeps. ഒരു ജീപ്പിന്റെ ബാക്കിലേക്ക് എന്നെ കയറ്റി വിട്ടു. They put me into a jeep. അന്ന് രാത്രി വണ്ടിയെല്ലാം വിട്ടുപോണത് നേരെ മൂവാറ്റുപുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാ. From that day they went straight to the capital of Kerala, which is Trivandrum. ആമേൻ. കുറെ കഴിഞ്ഞപ്പോൾ എന്നെ ജീപ്പിൽ നിന്ന് മാറ്റി കാറിലേക്ക് കയറ്റി. After some time from the jeep they put me into a car. ഒരുത്തൻ എന്റെ കഴുത്തിൽ കുത്തി പിടിച്ചു. One person held my neck like this. അത് ഇങ്ങനെ പറഞ്ഞു. He said like this. നാളെ നേരം വെളുക്കുമ്പോൾ നീ ജീവിക്കണോ വേണ്ടയോ ഇന്ന് രാത്രി ഞങ്ങൾ തീരുമാനിക്കും. Tonight we will decide whether you should be alive tomorrow morning when you wake up. നിന്റെ കല്യാണം ഞങ്ങൾ നടത്തും. We will take care of your wedding. നീ നിന്റെ ദൈവത്തെയും വേദപുസ്തകവും മാറ്റിവെച്ച് ഞങ്ങളുടെ കൂടെ നിന്നാൽ നിന്റെ കാര്യം ഞങ്ങൾ നോക്കും. If you reject your Bible and your God and stand with us, we will take care of you. അല്ലെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ നിന്റെ ശവം ഏതെങ്കിലും പുഴ പൊങ്ങി കിടക്കുന്നു. Otherwise tomorrow morning your dead body will be found in some stream. ഇന്ന് രാത്രി തള്ളി പറയാൻ പറഞ്ഞു. But you have to reject God today. കൃപയെ തള്ളി പറഞ്ഞില്ല. By the grace of God I did not reject God. ഹല്ലേലൂയ. Hallelujah. കുറച്ച് ഉപദ്രവമൊക്കെ കിട്ടി. They beat me, they slapped me. നേരം വെളുക്കാറായപ്പോൾ വണ്ടി തിരുവനന്തപുരത്ത് ചെന്നു. In the morning the vehicle came to Trivandrum. ഒരു ബിജെപി ക്യാമ്പിലേക്ക് എന്നെ അടച്ചു പൂട്ടി. I was brought into this Hindu activist camp. എന്റെ കല്യാണം മുടങ്ങിപ്പോയി. Oh, my marriage could not take place. Praise the Lord. Praise the Lord. ആ സംഭവം പിറ്റേ ദിവസം എല്ലാ പത്രങ്ങളിലും ഫ്രണ്ട് പേജിൽ വാർത്തയും വന്നു. That came as a big news in all the papers in Kerala. ഞാൻ 2.5 മാസം വീണ്ടും അകപ്പെട്ടു പോയി. For 2.5 months again I was caught. പിന്നെ ഇതിന്റെ പിമ്പിൽ നിന്നതൊക്കെ എന്റെ വീട്ടുകാരും ഒക്കെ ആയതുകൊണ്ട് പൈസ മുടക്കിയവരായതുകൊണ്ട് ഞാൻ പിന്നെ ഒരു കേസിനും വേണ്ടി പോയില്ല. I did not go for any case against anybody because my relatives were in charge. ആ കല്യാണവും അങ്ങ് മാറിപ്പോയി. The marriage also did not take നമ്മുടെ അവസ്ഥ place. എങ്ങനെയാണല്ലോ. Because that is our situation. കൃപയാൽ പിറ്റേ വർഷം എന്റെ കല്യാണം നടന്നു. By the grace of God, next year I got married. എന്റെ വൈഫിനോട് റാന്നിയിലാണ്. My wife's house is in Rani. വീട്ടുകാരെ അറിയിച്ചില്ല. വീട്ടുകാരും കൂട്ടുകാരും This അറിയിച്ചില്ല. time I did not tell my relatives. കൃപയാൽ അങ്ങനെ ഞാൻ വിവാഹിതനായി. I was married. ദൈവം 2 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. God has given 2 children. ഹല്ലേലൂയ. Hallelujah. ആമേൻ. കൃപയാൽ ഞങ്ങൾ പല സ്ഥലത്തും കർത്താവിന്റെ വേലയിലായിരുന്നിട്ടുണ്ട്. By the grace of God, we have been in many places. 2006 കാലഘട്ടങ്ങളിൽ ഞാൻ ചങ്ങനാശ്ശേരിയിലെ കർത്താവിന്റെ വേല In ചെയ്യുന്നത്. 2006, I was working in another town called Changanasheri. ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ ഒന്നുകിൽ ഒരു 40 അല്ലെങ്കിൽ 21 ഡേയ്സ് ഫുൾ ഫാസ്റ്റ് ചെയ്യാം. When I am at home, I will either have a 40-day fast or a 21-day fast. ഞാൻ ചങ്ങനാശ്ശേരി വെച്ച് 40 രാവും 40 പകലും ഉപവസിക്കുക. In
In Changnasheri, one day I was into severe fasting, not having food in the morning or evening for 40 days. ആ സമയത്ത് കർത്താവ് പറഞ്ഞു, നീ മൂവാറ്റുപുഴ പട്ടണത്തിൽ പോയി ഒരു വേല At ആരംഭിക്കണം. that time, the Lord said, go to Muvattupuzha, start a work. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഞാൻ തകർന്ന് തരിപ്പണമായ പട്ടണം മൂവാറ്റുപുഴ. I said, Lord, Muvattupuzha is a place where I was ഞാൻ completely broken. പരാജയപ്പെട്ട പട്ടണമാണ് മൂവാറ്റുപുഴ. That is where I was defeated. ആമേ, you must go there and start a new work there. അവിടെ പോയി നീ പുതിയൊരു വേല ചെയ്യണം. ഹല്ലേലൂയ. കൃപയെ 4 വർഷം ഞാൻ പ്രാർത്ഥിച്ചു. 4 years I prayed. അങ്ങനെ 2010 ഞാൻ മൂവാറ്റുപുഴ വന്നു. 2010 we started. ഒരു ഗ്രാമത്തിൽ താമസം ആരംഭിച്ചു. I stayed in a village. പട്ടണത്തിൽ ഒരു വേല ആരംഭിച്ചു. Started a work in the town. കൃപയിൽ ആ വേല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. That is the work which I am doing right now. ഞാൻ തകർന്നു പോയ സ്ഥലത്ത് ദൈവം അവിടെ തന്നെ കൊണ്ട് നിർത്തി. Where I was destroyed, there itself God lifted me up. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു പുതിയ വർക്ക് ആരംഭിച്ചു. A new work started. കൃപയാൽ കർത്താവ് ആ വേലയെ The വളർത്തിക്കൊണ്ടിരിക്കുന്നു. Lord is increasing that work. ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് വന്നയാളാണ്. I have come from a Hindu family. ഒരു 7 ഹിന്ദു കുടുംബം ദൈവം എനിക്കൊന്നു അവിടെ. God gave me 7 Hindu families. ഒരു മുസ്ലിം കുടുംബം ദൈവം എനിക്ക് God gave me a Muslim family. അവനൊരു 60ഓളം വിശ്വാസികൾ കുഞ്ഞുങ്ങൾ സഹിതം അവിടെ ദൈവം തന്നു. Including children, we have about 60 people now. ഇന്ന് ഞങ്ങൾ അവിടെ ദൈവത്തെ ആരാധിക്കുക. Today we are worshiping God. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഞങ്ങൾക്ക് അവിടെ ഒരു വസ്തു ഹോളൊന്നുമില്ല. We don't have our own hall or our own property. ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. We are working in a government organized building. ഗവൺമെന്റ് സ്ഥാപനം മതപരമായ ഒരു കാര്യത്തിനും കൊടുക്കത്തില്ല നാട്ടിൽ. They will not give for any religious thing. പക്ഷെ കർത്താവ് തന്നു. The Lord gave. ഹല്ലേലൂയ. ആമേൻ. നാളെ വേണ്ടി നമ്മൾ ഔട്ടായിരിക്കും. Hallelujah. പ്രൈസ് ദി ലോർഡ്. Hallelujah. പക്ഷെ ദൈവം തന്നിട്ടുണ്ട്. It is God who has given it. ഞങ്ങളൊരു വസ്തുവിന് വേണ്ടി ഒരു ഹോളിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. We are praying for a piece of land and a hall. ആമേൻ. അതിനുവേണ്ടി ഞാൻ ഇവിടെ വന്നേക്കണം തന്നെ. That is the reason I came to the US. ദൈവം എന്തെങ്കിലുമൊക്കെ നന്മ തന്നാൽ അതെല്ലാം ആ വേലയ്ക്ക് വേണ്ടി ചെലവഴിക്കും. If when God blesses me with finance, it goes for that പ്രൈസ് ദി alone. ലോർഡ്. Praise the വേറെ Lord. ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ഒറ്റ വിഷയത്തിന് വേണ്ടി We പ്രാർത്ഥിക്കുക. are praying only for this thing. അവിടെ ഒരു വസ്തു ഉണ്ടാകണം, ഒരു ഹോൾ ഉണ്ടാകണം. We want a piece of land and we want a hall for the church. അവിടെ സഭ വളരണം. There must be a church. ഹല്ലേലൂയ. Hallelujah. ദൈവമക്കൾ എന്നെയും എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. Please pray for me and my family. മൂവാറ്റുപുഴ പട്ടണത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. Pray for the town of Muvattupuzha. അവിടെ സഭ വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. Pray that the church will grow there. ഹല്ലേലൂയ. Hallelujah. വസ്തു ഹോളും ഉണ്ടായി ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. Church, right now, pray that there will be a piece of land. There will be a hall that our brothers and sisters Praise in the that Lord. part of that country Hallelujah. will serve the Lord in freedom, the Lord. in fullness of freedom. Amen. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. എന്റെ കുടുംബത്തിൽ നിന്ന് 2 കുടുംബം വിശ്വാസി വന്നിട്ടുണ്ട്. From my family, God has raised up 2 എന്റെ people. അച്ഛന്റെ ഒരു അനിയനും കുടുംബം വിശ്വാസി വന്നു. My father's brother has come to faith. ഒരു അങ്കിളും കുടുംബം വിശ്വാസി വന്നു. My uncle has also come to faith. ആമ ഇപ്പോഴും പ്രതികൂലം തന്നെയാണ്. Of course, there are problems now. ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. There are changes in my ഒരു family. വലിയ മാറ്റം ഞാൻ പ്രതീക്ഷിക്കുക. I'm expecting a big thing. ഹല്ലേലൂയ. Hallelujah. അത് കർത്താവ് ചെയ്യും. My God will do it. ദൈവമക്കൾ പ്രാർത്ഥിക്കണം. Please pray. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവം അനുഗ്രഹിക്കട്ടെ. May God bless you. ഇന്ന് നമുക്ക് ഒരു വാക്യം വായിക്കാം. We will read a verse today. റോമർക്കെതിരെ ലേഖനം Romans 9-ാമത്തെ അധ്യായം chapter 9, 15-ഉം 16-ഉം വാക്യങ്ങൾ. 15 and 16. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഉറക്കെയുള്ള ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. Hallelujah. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നും. I will have mercy on whom I will have mercy. എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നും. I will have compassion on whom I will have compassion. എന്ന് ദൈവം മോശയോട് അരുളി ചെയ്തു. God said this to Moses. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, So then it is not of him that wills, ഓടുന്നവനാലുമല്ല, not him that runs, കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലതും സാധിക്കുന്നത്. but of God that shows mercy. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. He will pray now in Malayalam again. എല്ലാ കണ്ണും അടയട്ടെ. Let every eye be closed. ഹല്ലേലൂയ. Hallelujah. എല്ലാ ഹൃദയവും തുറക്കട്ടെ. Let every heart be open. ഹല്ലേലൂയ. Hallelujah. ദൈവ സാന്നിധ്യം മാത്രം ഇറങ്ങട്ടെ. May the presence of God alone come. ദൈവ കൃപ മാത്രം പെരുകട്ടെ. Let the grace of God abound. ദൈവ ശക്തി മാത്രം വെളിപ്പെടട്ടെ. Let the power of God be manifest. യേശു മാത്രം മഹത്വം എടുക്കട്ടെ. Let Jesus be glorified. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. Let us all be praying now. അല്പസമയം സ്തുതിച്ചാട്ടെ. Let us open our mouth and praise God. അല്പസമയം ദൈവത്തെ വിളിച്ചാട്ടെ. Let us call God for some time. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah.
നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, Amen. ഇന്ന് പകൽ ഞങ്ങൾ ഒന്നിച്ച് കാത്തിരിക്കുകയാ, Oh. ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാ, Hallelujah. ഒന്നിച്ച് തിരുമുഖം അന്വേഷിക്കുകയാ. Hallelujah. ഈ പകൽക്കാലം ദൈവമേ, നിന്റെ വചനം തുറക്കപ്പെടട്ടെ, Hallelujah. നിന്റെ ദൂതുകൾ വെളിപ്പെടട്ടെ, നിന്റെ ശബ്ദം വെളിപ്പെടട്ടെ, നിന്റെ നാമം ഉയരട്ടെ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ, യുദ്ധവീരനായ യഹോവ പ്രവേശിക്കട്ടെ, കതകുകൾ തുറക്കട്ടെ, പണ്ടയുള്ള കതകുകൾ തുറക്കട്ടെ. അടിനെയും ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. വേണ്ടതൊക്കെയും കർത്താവ് വിളമ്പി കൊടുക്കണമേ, സഹായിക്കണമേ. താഴ്ത്തി ഏൽപ്പിക്കുന്നു, മഹത്വം എടുക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. പ്രൈസ് ദി ലോർഡ്, Praise the Lord. പ്രൈസ് ദി ലോർഡ്. Lord. Praise the Lord. സന്തോഷമുള്ളവർ മാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. Are you happy? Lift your hands and praise God. രണ്ടു കരം ഉയർത്തി മഹത്വപ്പെടുത്തിയാട്ടെ. Please lift both your hands and praise God. രണ്ടു കരം അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. Clap your hands and praise God. ഹല്ലേലൂയ, 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 Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ആമേൻ. Amen. ദൈവം ഒരു മനുഷ്യനെ ദൈവത്തിന്റെ കരത്തിലെടുത്ത് പ്രയോജനപ്പെടുത്തുവാൻ തീരുമാനിച്ചാൽ, If God takes a man into his hand and decides to use him, ദൈവം ഒരു കുടുംബത്തെ കരത്തിലെടുത്ത് പ്രയോജനപ്പെടുത്തുവാൻ തീരുമാനിച്ചാൽ, in the same way, if he decides that about a family, ദൈവം ഒരു സഭയെ കരത്തിലെടുത്ത് പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചാൽ, if God decides the same thing about a church, ആ വ്യക്തിയുടെ, ആ ഭവനത്തിന്റെ, ആ സഭയുടെ കഴിഞ്ഞ കാല പരാജയവും പാകപ്പിഴയും പാപവും എന്റെ ദൈവം കണക്കിടുന്നില്ല. my God will not hold the past sins, the past failures of that individual, the family, or the church. ഹല്ലേലൂയ, Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പഴയ കാലം നോക്കിയല്ല ദൈവം ഒരു പുതിയ കാലം ഉണ്ടാക്കുന്നത്. God does not do a new thing based on your past. പഴയ സ്വഭാവം നോക്കിയല്ല ദൈവം ഒരു പുതിയ സ്വഭാവം ഉണ്ടാക്കുന്നത്. God does not give you a new character based on your old character. Glory. പഴയ പരാജയങ്ങൾ നോക്കിയല്ല ദൈവം ഒരു പുതിയ വഴി തുറക്കുന്നത്. God does not look at your past failures to open a new door for you. ഒരുത്തിനോട് കരുണ തോന്നണമെന്ന് ദൈവത്തിന് തോന്നിയാൽ അവനോട് കരുണ തോന്നിയിരിക്കും. If God wants to show mercy, He will show mercy without any apologies to anyone. ഒരു കുടുംബത്തോട് കരുണ തോന്നണമെന്ന് ദൈവത്തിന് തോന്നിയാൽ അത് തോന്നിയിരിക്കും. If God wants to be merciful to a family, He will be merciful to that ഒരു family. സഭയെ കരത്തിലെടുക്കുവാൻ ദൈവം തീരുമാനിച്ചാൽ അത് സംഭവിച്ചിരിക്കും. If God desires to take a church, He will do it. ഹല്ലേലൂയ. തെറ്റായ കാഴ്ചപ്പാടുകൾ മാറട്ടെ. Let every wrong perspective go in Jesus. തെറ്റായ ചിന്താഗതികൾ മാറട്ടെ. Let every different negative flow of thoughts move. ഹല്ലേലൂയ. Hallelujah. തമ്പുരാന്റെ പ്രവൃത്തി ഇങ്ങനെയാ. This is the way the Lord works. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പഴയ നിയമത്തിൽ ദൈവം മോശയോട് പറഞ്ഞിരിക്കുന്ന ഒരു വചനമാ ഈ വചനം. This is something which God has told Moses in the Old Testament. അതേ വചനം പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ റോമ ലേഖനത്തിലൂടെ നമ്മോട് അറിയിച്ച വചനമാ നാം ഇന്ന് വായിച്ചത്. Today we have read it, the same verse which Apostle Paul speaks to the church in Rome. ഈ വചനം പഴയ നിയമത്തിലുണ്ട്, ഈ വചനം പുതിയ നിയമത്തിലുണ്ട്. This verse is there in the Old Testament and in the New Testament. പഴയ നിയമത്തിൽ ദൈവം ശക്തമായി എടുത്ത് ഉപയോഗിച്ച ഒരു അഭിഷിക്തനാണ് മോശ. We all know Moses was a very powerfully anointed man God used in the Old Testament. പുതിയ നിയമത്തിൽ ദൈവം അതിശക്തമായി എടുത്ത് ഉപയോഗിച്ച ഒരു അഭിഷിക്തനാണ് പൗലോസ്. Paul similarly was a very mightily anointed man in the New Testament God used. ഇവരുടെ രണ്ടുപേരുടെ ജീവിതത്തിൽ ആരും ഒരിക്കലും അംഗീകരിക്കാത്ത, ദൈവം വരെ അംഗീകരിക്കാത്ത ഒരു പഴയ ചരിത്രം മറഞ്ഞു കിടക്കുന്നുണ്ട്. Both Moses and Paul had a bad life which neither men or God could approve at one time in their life. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. ഇവരുടെ രണ്ടുപേരുടെ ജീവിതത്തിൽ
പഴയ കാലം നോക്കാതെ തമ്പുരാൻ ഒരു പുതിയ കാലം ഉണ്ടാക്കി കൊടുത്തു. God gave them both a new life without considering the things of the past. അതുകൊണ്ട് രണ്ടുപേരും പറയുന്ന ഒരു കാര്യമാ, ദൈവത്തിന്റെ പ്രവൃത്തി ഇങ്ങനെയാ. So they both testify and say, this is the way the Lord works. പഴയ നിയമത്തിൽ പ്രവർത്തിച്ച അതേ ദൈവം തന്നെയാ പുതിയ നിയമത്തിൽ പ്രവർത്തിച്ചത്. The God who worked in the old covenant is the same God who works in the new covenant. ദൈവത്തിന് മാറ്റമില്ല. ദൈവം ഉപയോഗിക്കുന്നവർ മാറി മാറി വന്നുകൊണ്ടിരിക്കും. God will not change, but the people God uses will continuously change. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. അത് പ്രസംഗിക്കുന്നവർ മാറി മാറി വന്നുകൊണ്ടിരിക്കും. Oh, the word of God, there is no change, but it keeps changing according to the preacher. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ആമേൻ. മോശ ആമേൻ ഒരുത്തനെ ഒറ്റയ്ക്ക് അടിച്ചു കൊന്നയാളാ. Moses was a man who murdered a man by himself by beating him to death. ആമേൻ, ആമേൻ. ആരും അറിയാതെ ഒറ്റയ്ക്കൊരു ശവടക്ക് നടത്തിയാളാ മോശ. Moses was a man who did a burial without telling anybody. കാര്യം നാട്ടിലറിഞ്ഞപ്പോ നാട് വിട്ട കക്ഷിയാ മോശ. Moses had left his hometown without telling anybody. Praise the Lord. Praise the Lord. ഒരു പഴയ കാലം മറഞ്ഞു കിടക്കുന്നുണ്ട്. There is an old life in the life of Moses. Praise the Lord. Praise the Lord. ഞാൻ ചിലപ്പോ ഓർക്കാറുണ്ട്, I sometimes think, നമുക്ക് പറ്റുന്ന ഒരബദ്ധം വരെ ദൈവത്തിന് മഹത്വമാക്കുവാൻ പറ്റും. I have thought many times, some of the failures we make, God can make it glorious. നമുക്ക് പറ്റുന്നൊരു പരാജയത്തെ എന്റെ ദൈവത്തിന് അത് മഹത്വമാക്കാൻ പറ്റും. The failures that has happened in our life, God can change it for our glory. മോശ ഒരുത്തനെ കൊന്നില്ലായിരുന്നെങ്കിൽ, If Moses had not killed someone, മോശ നാട് വിട്ടില്ലായിരുന്നെങ്കിൽ, if Moses had not left this land, ഒരുപക്ഷെ മോശക്ക് ഒരിക്കലും സുവിശേഷ വേലക്കാരനാകാൻ പറ്റില്ല. maybe Moses could have never been used by God. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. മോശക്ക് ഏകദേശം 80 വയസ്സ് പ്രായമുള്ളപ്പോൾ, Moses was about 80 years old. അന്ന് മോശയുടെ ജീവിതം മരുഭൂമിയിലാണ്. Moses was living in the wilderness. ആമേ, മിദ്യാന്യ മരുഭൂമിയിൽ അമ്മായിയപ്പന്റെ ആടുകളെ തീറ്റിപ്പോറ്റി ജീവിക്കുന്ന ഒരു കാലം. There was a time when he was taking care of the sheep of his father-in-law, feeding them. ദൈവശബ്ദം കേട്ടിട്ടില്ല, He never heard the voice of God, ദൈവവേല ചെയ്തിട്ടില്ല, never done the work of the Lord. ദൈവികമായ ഒരു ശുശ്രൂഷ അന്ന് മോശ ചെയ്തിട്ടില്ല. He has done nothing godly in those days. ആകപ്പാടെ അറിയാവുന്ന പണി ആടിനെ തീറ്റിപ്പോറ്റാണ്. The only thing he knows is to feed the sheep, താമസം അമ്മായിയപ്പന്റെ വീട്ടില. and is living in his father-in-law's house. ഹല്ലേലൂയ. Hallelujah. ആമേ, മരുഭൂമിയിൽ 40 വർഷം നിൽക്കുക. He was in the wilderness for 40 years. അങ്ങനെ 80 വയസ്സ് പ്രായമുള്ള മോശ Moses, who is now 80 years old, ആടുകളെ തീറ്റിക്കൊണ്ട് നേരെ പോയത് ഹോരേബ് പർവ്വതത്തിന് മുമ്പിൽ. he went straight to the mountain Horeb. ഹല്ലേലൂയ. Hallelujah. ആമേൻ. അന്ന് മോശ ഹോരേബ് പർവ്വതത്തിന് മുമ്പിൽ ചെന്നപ്പോൾ When Moses went to Horeb that day, മോശ ഒരു കാഴ്ച കാണുകയാ. Moses sees something ഒരു extraordinary. പർവ്വതം മുഴുവനും നിന്ന് കത്തിക്കാളിക്കൊണ്ടിരിക്കുക. A whole mountain is burning by itself. സൂക്ഷിച്ചു നോക്കിയപ്പോൾ പർവ്വതം നിന്നു കത്തുന്നു, പക്ഷെ മുൾപ്പടർപ്പൊന്നും വെന്തു പോകുന്നില്ല. He sees the whole mountain on fire, but the bush was remaining. It was not being burned. ദൈവമേ, എന്തൊരു തീയാ ഞാൻ ഈ കാണുന്നത്. Oh Lord, what a fire I see. എന്തൊരു വെളിച്ചമാ ഞാൻ കാണുന്നത്. What a light that I see. ഞാൻ ഈ മരുഭൂമിയിൽ വന്നിട്ട് ഇപ്പോൾ വർഷം 40 40 years since I have come to this desert. ഇവിടുത്തെ തീയെ കുറിച്ച് എനിക്കറിയാം. I know about the desert fire. ഇവിടുത്തെ പർവ്വതങ്ങളെ കുറിച്ച് അറിയാം. I know about the mountains. ഇവിടുത്തെ മനുഷ്യരെ കുറിച്ച് അറിയാം. I know about the people. ഇവിടുത്തെ വെള്ളത്തെ കുറിച്ച് I അറിയാം. know about the water. ഇവിടുത്തെ മൃഗങ്ങളെ കുറിച്ച് I know അറിയാം. about the beasts. ഇവിടുത്തെ കാലാവസ്ഥ I അറിയാം. know the climate. ഇവിടുത്തെ മൃഗങ്ങളെ അറിയാം. I know the animals. പക്ഷികളെ അറിയാം. I know the birds. വനങ്ങളെ I അറിയാം. know the forest. പക്ഷെ ഇതുപോലത്തെ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു കാഴ്ചയാ ഞാൻ ഈ But കാണുന്നത്. I've never seen a fire like this. What is it that I'm seeing? Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം കൂടെ ഒരു വിഷയം പ്രാർത്ഥിക്കാറുണ്ട്. Whenever I pray frequently about a thing. ഞാനിപ്പോൾ വിശ്വാസത്തിൽ വന്നിട്ട് 24 വർഷം കഴിഞ്ഞു. It's about 24 years since I came to the faith. 24 വർഷം കൊണ്ട് ആത്മീകത്തിൽ ഒത്തിരി കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. I've seen a lot of things in the spiritual life in 24 years. പക്ഷെ കണ്ടതിലും അധികം കാര്യം കാണാത്തതുണ്ട്. There is yet for me to see more things than what I have not seen. ഒത്തിരി കാര്യം കേട്ടിട്ടുണ്ട്. I heard a lot of things. കേട്ടതിലും അധികം കാര്യം കേൾക്കാത്തതുണ്ട്. But I know there are yet many things for me to hear which I have not heard. ഒത്തിരി കാര്യം അറിഞ്ഞിട്ടുണ്ട്. I've heard a lot of things. അറിഞ്ഞതിലും അധികം കാര്യം
അറിയാത്തതുണ്ട്. There are still for me more things to learn. ഒത്തിരി കാര്യം ചെയ്തിട്ടുണ്ട് കൃപയാൽ. By the grace of God, God has used me to do many things. പക്ഷെ ചെയ്തതിലും അധികം കാര്യം ചെയ്യാത്തതുണ്ട്. But there are many things yet for me to do which I have not done. കർത്താവേ ആയുസ് തന്നാൽ, Lord, if you give me life, ആരോഗ്യം തന്നാൽ, if you give me health, ഇതുവരെ കാണാത്ത കാര്യം ഇനി കാണണം. I want to see what I have not seen. ഇതുവരെ അറിയാത്ത കാര്യം ഇനി അറിയണം. I want to know what I have not heard. Known. ഇതുവരെ കേൾക്കാത്ത കാര്യം ഇനി I കേൾക്കണം. want to hear what I have not heard. ഇന്ന് വരെ ചെയ്യാത്ത കാര്യം ഇനി ചെയ്യുവാൻ ദൈവമേ എനിക്ക് കൃപ നൽകണമേ. Lord, give me grace to do the things which I have never done in my life. അതെന്റെ പ്രാർത്ഥനയാ. That is my prayer. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കണം. Oh, there must be changes for us. ഒരു സ്റ്റേജിൽ മാത്രം നിന്നാ പോരാ. Stand not in one stage. ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക്, From one stage to another stage. അതിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് From there another stage. ആത്മീയ മാറ്റങ്ങൾ വരട്ടെ. Let there be spiritual changes. ഭൗതിക മാറ്റങ്ങൾ വരട്ടെ. Let there be material change. ദൈവിക മാറ്റങ്ങൾ വരട്ടെ. Let there be godly change. കാഴ്ചപ്പാടുകൾ മാറട്ടെ. Oh, let our perspectives change. കഴിവുകൾ വർദ്ധിക്കട്ടെ. Let your abilities increase. കൃപകൾ പെരുകട്ടെ. Let your gifts of grace increase. ജീവൻ വന്ന് നിറയട്ടെ. Let life fill you. Hallelujah. Hallelujah. Praise the Lord. 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 Horibalaba shambababa. Hallelujah. Praise the Lord. Thank you, Lord. Hallelujah. Thank you, Lord. Praise the Lord. Thank you, Lord. ആമേൻ. എനിക്ക് ഇത്രയും മതി എന്ന് ആരും പറയരുത്. People never say, this is enough for me. ഇതൊരു സാധാരണ സഭയല്ല. This is not an ordinary church. Hallelujah. Hallelujah. ഈ സഭയെ കുറിച്ച് ദൈവത്തിന് ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ട്. God has a great project for this church. ഈ സഭ 10, 25, 50 ഇരിക്കാനുള്ള സഭയല്ല ഇത്. This church is not to be 25 or 50. Hallelujah. Hallelujah. ഈ പട്ടണത്തിൽ തല ഉയർത്തുമ്പോൾ ഉയരേണ്ട സഭയായി സഭ. This church has to lift her head by the Lord in this city. ദൈവം വളർത്തുന്ന ദൈവത്തിന്റെ സഭയായി ഇത്. This is a church which God is lifting ഈ up. സഭ വളരട്ടെ. Let this church grow. കുടുംബങ്ങൾ വരട്ടെ. Let families come. ജനത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. Let them be released in the name അനേക of ദൈവ Jesus. പ്രവൃത്തി നടക്കട്ടെ. Let the work of God take place. മാറ്റത്തിന്റെ കാറ്റടിക്കട്ടെ. Let a change come into this church. കൃപയുടെ വ്യാപാരം വ്യാപരിക്കട്ടെ. Grace begin to be ഇവിടെ വരുന്നവർ manifest. തീയായി മാറട്ടെ. Those who come here, Oh, let them Jesus. become fire. Oh, hallelujah. Hallelujah. Oh, Shibalaba Shambaba. Rakababa. Oh, Jesus. Ribaba കത്തി Barasa പടരട്ടെ. Kalarabara. കത്തി പടരട്ടെ. Ribaba കത്തി പടരട്ടെ. Oh, Jesus. Baba. തീയാകട്ടടാ, തീയാകട്ടെ. Ribaba Shambaba. യേശുവിന്റെ കരിയട്ടെ. Hallelujah. In the name of Jesus. Praise the Lord. Praise the Lord. Amen. Hallelujah. Praise the Lord. Praise the Lord. ഒരു പർവ്വതത്തെ മുഴുവനും കത്തിപ്പാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ If God can set fire an entire mountain, ഒരു വ്യക്തിക്ക് മുമ്പിൽ ഒരു വലിയ അത്ഭുതം ചെയ്യുവാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, if my God could do a big miracle in front of one individual, ആ ദൈവം മരിച്ചിട്ടില്ല. that God is not dead. ഹല്ലേലൂയ. Hallelujah. അന്നവൻ കത്തിച്ചത് ഹോരേബ് എന്ന പർവ്വതത്തെയാ. That day he burned the mountain called Horeb. അന്നവൻ കത്തിച്ചത് ഒരു പർവ്വതത്തെയാണെങ്കിൽ, If he burned, lighted a mountain that day, ഇന്നവൻ കത്തിപ്പാൻ ആഗ്രഹിക്കുന്ന ഈ സഭയാ. he desires to set this church on fire. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തട്ടെ. Take it, people of God. നിന്നെ ഒന്ന് കത്തിക്കുവാ. The Lord wants to set you on fire. നിന്റെ പ്രശ്നങ്ങളെ കത്തിക്കുവാ. Problems should be burned. നിന്റെ ദുർഘടങ്ങളെ കത്തിക്കുവാ. Burn all the negatives. നിന്റെ രോഗങ്ങളെ കത്തിക്കുവാ. Burn away your diseases. നിന്റെ ശാപങ്ങളെ To കത്തിക്കുവാ. burn your curses. നിന്റെ കെട്ടിനെ പൊട്ടിക്കുവാ. Break your bonds. നിന്റെ വിലാപത്തെ നൃത്തമാക്കുവാ. Change your mourning into dancing. നിന്റെ രട്ടുകൾ അഴിച്ചു മാറ്റുവാ. To remove your sackcloth. ഹല്ലേലൂയ. Oh,
Hallelujah. ഓ തീ കത്തോട്ടെ, Let fire തീ burn. കത്തോട്ടെ. Fire burn. ഓ ഓ ഓ Baba ആത്മാവിനെ കാണുക. Lara koloro ഓറിബാലബ ശബ്ബബബ. Mimara soholoria. കത്തൂര തീ ഉടല. Sankaraji. റൂഗൽ കാണുക. ശബ്ബബബ. Baba baraso. Praise the Lord. Praise the Lord. Hallelujah. 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 Amen. Amen. Praise the Lord. Praise the Lord. മോശ ചെന്നപ്പോൾ ഒരു പർവ്വതം മുഴുവനും കത്തുകയാണ്. When Moses went, an entire mountain was burning. കത്താത്ത ഒരു ഭാഗമില്ല. There is not a single place which was not burning. മുഴുവനും കത്തുക. Everything was burning. മുഴുവനും കത്തുക. Everything of the mountain ഒരു was തീ burning. ഇറങ്ങിയിരിക്കുക. A fire is coming. ഇത് ദൈവത്തിന്റെ തീയാണ്. It is a fire of God. ഇത് ഭൂമിയിലെ തീ അല്ല. It is not the fire of ഇത് the earth. ദൈവം കത്തിച്ച തീയാണ്. It is lighted by God. ദൈവം തുടങ്ങിയതാ. It is started by God. ദൈവം വളർത്തിയതാ. God built it. ദൈവം കത്തിക്കുന്നതാ. God fires ഈ it. പകൽ കത്തട്ടെ. Let it burn ഈ this പകൽ morning. പൊട്ടട്ടെ കെട്ടുക. In the name of Jesus. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. 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 എല്ലാവരും എഴുന്നേറ്റോട്ടെ.